നാടകമോ? നിനക്കോ? ഭാരതാമ കൊണ്ടുതരാമെന്നും പറഞ്ഞേ 2000 ഉറുപ്പിയും വാങ്ങി പോയിട്ട് ഭാരതാമല്ലാതെ ഡാൻസ് കളിച്ചതിൻ്റെ നാണക്കേടോ പോട്ടെ. ഇവിടെ ഒരാളോട് പറയാൻ പറ്റടോ നിന്റെ കൈ കൊണ്ടാ പറ്റിക്കപ്പെട്ടതെന്ന്? അതിപ്പോൾ ഒരു നാണക്കേടുണ്ടോ മനുഷ്യന്? ഇറങ്ങിപ്പോയ അവിടുന്ന്. என்ன போப்போன்னு நான் உங்ககிட்ட நான் பேன் கார்டை கேட்டேன். பழைய ஸ்கிரிப்ட் தானே. രണ്ടാളും ഇപ്പം ഇറങ്ങിക്കൊള്ളണം. സ്ക്രിപ്റ്റ് പോയിട്ട് ഒരു കടലാസിൻ്റെ കഷ്ണം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അതൊന്നെടുത്തേ. സുരേഷ വേണ്ട. ഇത് കൊറേ ഉണ്ടല്ലോ. എപ്പോ ഇതെല്ലാം തിന്നു തീർക്കല്? കൊല്ലു ഞാൻ നിന്നെ സുരേഷ. എന്റെ നാടകത്തിൽ തൊട്ട് കയ്യാൻ കൊത്തു. പാലമാവ അധികം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സകല നാടകങ്ങളും ആധാരമായിട്ട് ബന്ധിപ്പിക്കാൻ ഞാൻ സർക്കാരിനോട് പറയും. വേണ? വേണ്ട. മനസ്സു മാത്രം മുരടിച്ചില്ല, മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല. സുരേഷ, സുരേഷ, ദുഃഖഭാരം ദുശഗുണമാണു ഞാൻ നാലും എന്തിനായിരിക്കും മോൻ എന്നോട് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞത്? ഒരു ഫുള്ള് വാങ്ങിത്തരാനായിരിക്കും. എന്ത് പറഞ്ഞാലും എൻ്റെ മെക്കെട്ട് കയറിക്കോ. ഒരു ചെറുപ്പക്കാരൻ നിന്നോടാണ് അണ്ടിത്തോട്ടത്തിൽ വരാൻ പറഞ്ഞെങ്കിൽ നിനക്ക് ടെൻഷൻ ആവില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് അതുപോലെയാണോ നിങ്ങൾ എന്നോട് റിയാക്ട് ചെയ്യുന്നോ? പിന്നെ നമ്മ രണ്ടാളും ഓരോ ഫുള്ള് അടിച്ചിട്ട് അയാളെ കൊല വിളിക്കാൻ പോയോ വേണ്ടേ? അച്ഛാ, ഏ ഫാമിലി ഇറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്. അല്ലാണ്ട് അച്ഛൻ്റെ ഒപ്പം ഇരുന്നേക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. നമുക്കൊരു എണീറ്റ് പോയി. സുധാരേട്ടാ, സുധാരേട്ടാ, ആ ചെക്കനെ നിങ്ങളെ കാണാൻ വന്നിട്ടേ. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. എമ്മപ്പാ ഓക്കെ അല്ലേ? ഇരിക്കെ സുരേഷ, ഇരിക്കേ, ഇരിക്കേ. ഇന്നലെ ഞാനവിടെ വന്നേന് വണ്ടിത്തോട്ടത്തിൽ. കുറച്ച് വൈകിപ്പോയി. ബട്ട് ഈ നേരത്ത് വന്ന് പറയാൻ മാത്രം അത്ര അർജന്റ് മാറ്റർ എന്താണ് സുരേഷ? ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഞാനും കാത്തിരുന്ന്, പിന്നെ പേടി വന്ന്. ഞാനും കാത്തിരുന്നു എന്ന് പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ പറ്റിച്ചോന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഇല്ല, എനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ എന്താണ് കാണണമെന്ന് പറഞ്ഞ്? എന്നാണ് സുരേഷ നിങ്ങൾ തമ്മില് രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനായിട്ട് വല്ല പ്ലാനും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഈ സുധാരേട്ട കുടിച്ച് ചാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിക്കോ. ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സമ്മതിക്കൂല. നീ പറ മോനെ. അല്ല അമ്മേ. അമ്മയാ? ആരമ്മ? നീ ഏച്ചിന്ന് വിളിച്ചാൽ മതി സുരേഷ, അതായിരിക്കും ഇഷ്ടം. അല്ലേ ചേച്ചി, ഞാൻ ഒരു പുതിയ നാടകം കളിക്കുന്നുണ്ട്. അതിൽ മെയിൻ റോളിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നാരായണനെ ക്ഷണിക്കാനാണ് വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ നാടകം കളിച്ച് കുടുംബം മുടിയുമ്പോൾ നാരായണനെ ഒന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. നിന്റെ കുടുംബം മുടിഞ്ഞ പിന്നെ ഈ കുടുംബം കൂടെ മുടിച്ചിട്ടാണ് ഇയാള് നാടകം നിർത്തിയത്. അച്ഛൻ പോയ പിന്നെ എത്ര സ്റ്റേജിലാണ് നാഗരേട്ടൻ ഗന്ധർവം പകർന്നാടിയത്. കലാകാരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇങ്ങോട്ട്. എന്ത് കോപ്രായം വേണമെങ്കിലും കളിച്ചോ രണ്ടാളും. അതിനെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി രണ്ടിന് നടു ഞാൻ ഒടിക്കും. നാടകം കളിക്കാൻ നിനക്കടറ നാടകം അറിയല്? അതെന്താ ചോദ്യം നമ്മേ? ഷാജഹാൻ മാർബിൾ പണിക്കാരനായിട്ടാണ് താജ്മഹൽ കെട്ടീനി. അറിയാനെന്തില്ലേ? അതങ്ങനെ
അങ്ങനെ ഉണ്ടാവില്ലല്ലേ? ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് 1000 കല്ലുമായി അങ്ങനെ അങ്ങനെ അങ്ങനെ. മോളാന്ന് സുമലത കേട്ടിട്ടുണ്ട്. അച്ഛാ ബ്രേക്ക് എ ലെഗ്.